മുഖത്തിൻ്റെ മാത്രം കുറച്ച് കാര്യങ്ങൾ എടുക്കാം. മുഖം, നമ്മളെ ഫേസ്. നമുക്ക് നല്ല മൂക്ക് തന്നു. മൂക്കില്ലാതെ ജനിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അവിടെ ഹോള് മാത്രം ഉണ്ടാവും, ദ്വാരം മാത്രം ഉണ്ടാവും. അതുപോലെ നല്ല പല്ല് തന്നു. പല്ല് കേടായ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നല്ല ചുണ്ട് തന്നു. ചുണ്ടില്ലാത്ത ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ നല്ല സൗന്ദര്യം തന്നു. സൗന്ദര്യം ഇല്ലാത്ത ആളുകളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ പുരുക ഇല്ലാത്ത ആളുകൾ കണ്ടിട്ടുണ്ട്, തീരെ പുരുക ഇല്ലാത്ത ആളുകൾ. കൺപീലികളില്ലാത്ത ആളുകളില്ലേ, കണ്ണുണ്ടായിട്ട് കാഴ്ചയില്ലാത്ത ആളുകൾ. അതുപോലെ തന്നെ ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ പറ്റാത്ത ആളുകൾ. ഒരു ചെവി ഇല്ലാത്ത ആളുകൾ, ഒരു ചെവി മാത്രമുള്ള ആളുകൾ. രണ്ട് ചെവിയില്ല, ചെവിയുടെ ഭാഗത്ത് ഹോള് മാത്രമുള്ള ആളുകൾ. തലമുടി പറ്റേയില്ലാത്ത ആളുകൾ. അതുപോലെ ചുണ്ട് കീറിയ ആളുകൾ, രണ്ട് വശത്തായിട്ട് കീറി. അവരുടെ സംസാരം പോലും പുറത്തേക്ക് തിരിഞ്ഞു വരില്ല. അങ്ങനെ നിരവധി ആളുകൾ, ഇങ്ങനെ എണ്ണയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായി നല്ല മൂക്കും ചുണ്ടും ചെവിയും കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിയും സംസാരിക്കാനുള്ള കഴിവും ഒക്കെ നമുക്ക് തന്നപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് വന്നതിൻ്റെ പേരിൽ നമ്മൾ വിഷമിച്ചിരിക്കേണ്ടവരാണോ, പ്രയാസപ്പെടേണ്ടവരാണോ? ഇതൊരു വെറും മുഖത്തിൻ്റെ മാത്രം കാര്യങ്ങളാണ്. ഇനി കൈകൾ, കാലുകൾ ഒക്കെ നമ്മളൊന്ന് ആലോചിച്ചു. ഒരു നഖം, കൈയിൻ്റെ വേദന വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഈ ഉടുപ്പിനൊക്കെ ബട്ടൺസ് ഇടൂലേ. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇത് വന്നിട്ട് ഈ ബട്ടൺസ് ഇടാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ വേറൊരാൾ വന്നിട്ട് നമുക്ക് ബട്ടൺസ് ഇട്ട് തരാണ്. അയാൾക്ക് പെട്ടെന്ന് നമ്മളിടും പോലെ ഈസി ആയിട്ട് ഇടാൻ കഴിയില്ല. മറ്റൊരാൾ നമുക്ക് ചെയ്തു തരുമ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഈസി ആയിട്ട് ഇടാൻ കഴിയില്ല.